നമസ്കാരം. എല്ലാ SNGO ലേണേഴ്സിനെയും ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം SNGOയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒരു essay ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ എമർജൻസ് ഓഫ് സോഷ്യോളജി എന്നുള്ളതാണ് ചോദ്യം. സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ എമർജൻസി ഓഫ് സോഷ്യോളജിയാണ്. അതായത് സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം എന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി വെക്കണം, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ മനസ്സിലാവണമല്ലോ. സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലമാണ് ചോദ്യം. ചോദ്യം മനസ്സിലായല്ലോ. സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? പശ്ചാത്തലം. നമുക്കറിയാം ബാക്ക്ഗ്രൗണ്ട് ഒരു സുപരിചിതമായ വേർഡാണ് ബാക്ക്ഗ്രൗണ്ട്. പശ്ചാത്തലം എന്നാണ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അർത്ഥം. അപ്പോൾ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം. എന്തിൻ്റെ? ഓഫ് ദ എമർജൻസ് ഓഫ് സോഷ്യോളജി. അതായത് സോഷ്യോളജിയുടെ ഉദയം. എമർജൻസി ഓഫ് സോഷ്യോളജി പറഞ്ഞാൽ സോഷ്യോളജിയുടെ ഉദയം എന്നുള്ളതാണ് അർത്ഥം. എമർജൻസി ഓഫ് സോഷ്യോളജി പറഞ്ഞാൽ സോഷ്യോളജിയുടെ ഉദയം എന്നാണ് അർത്ഥം. അപ്പോൾ ചോദ്യം മനസ്സിലാക്കണം. സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചാണ് നമ്മുടെ ടോപ്പിക്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതാണ് ഇത് നമ്മളൊരു essay ക്വസ്റ്റ്യൻ ആയിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് essay വന്നിട്ടില്ലെങ്കിലും ഷോർട്ട് essay ആയിട്ടും അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യത്തിലൊക്കെ എഴുതാൻ പറ്റും. കാരണം അതിൽ നിന്നൊക്കെ അതൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണത്. ഓക്കെ, അപ്പോൾ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് നമ്മൾ ആദ്യം എന്താണ് സോഷ്യോളജി എന്ന് ഇപ്പോൾ എഴുതണം. സോഷ്യോളജി എന്താണെന്ന് എഴുതണം. മനുഷ്യരുടെ സാമൂഹിക ജീവിതം, സാമൂഹിക ഘടന, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെ ശാസ്ത്രീയമായി പഠിക്കുന്ന ശാഖയാണ് സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യോളജി. മനുഷ്യരുടെ സമൂഹ ജീവിതം, സമൂഹഘടന, സാമൂഹിക ബന്ധങ്ങൾ, അതുപോലെ സ്ഥാപനങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങളാണ്. കുടുംബം, വിദ്യാഭ്യാസം, മതം എന്നൊക്കെ പറഞ്ഞ ഈ സാമൂഹിക സ്ഥാപനങ്ങളാണ്. പിന്നെ സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെ ശാസ്ത്രീയമായി പഠിക്കുന്ന ശാഖയാണെന്ത്? സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യോളജി. ഈ സോഷ്യോളജിക്ക് നമ്മൾ മലയാളം വീട് എന്താണ്? സാമൂഹ്യ ശാസ്ത്രം എന്നാണ്. അപ്പോൾ നമ്മൾ ഈ 5 കാര്യം പഠിക്കണം. അതായത് മനുഷ്യരുടെ സമൂഹ ജീവിതം, സമൂഹഘടന, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ. 5 പോയിന്റ് വന്നു. ഏതൊക്കെയാണ്? മനുഷ്യരുടെ സാമൂഹ ജീവിതം, സാമൂഹിക ഘടന, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെ ശാസ്ത്രീയമായി പഠിക്കുന്ന ശാഖയാണ് സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യോളജി. മറ്റിതിൽ പറയാം, മനുഷ്യരും അവരുടെ സമൂഹവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. മനുഷ്യരും അവരുടെ സമൂഹവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. ഈ 2 തരത്തിലാണ് നമ്മൾ സോഷ്യോളജിയെ നിർവചിക്കുന്നത്. ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ലളിതമായ രീതിയിലും. ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയുന്നത് മനുഷ്യരുടെ സമൂഹ ജീവിതം, സമൂഹഘടന, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെ ശാസ്ത്രീയമായി പഠിക്കുന്ന ശാഖയാണ് സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യോളജി. ലളിതമായി പറഞ്ഞാൽ മനുഷ്യരും അവരുടെ സമൂഹവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. മനുഷ്യരും അവരുടെ സമൂഹവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഈ സോഷ്യോളജി എന്താണെന്ന് പഠിച്ചിട്ട് ഈ സോഷ്യോളജിയുടെ പിതാവിനെ കുറിച്ച് പറയുകയാണ്. സോഷ്യോളജി പിതാവ് ആരാണ്? സോഷ്യോളജിയുടെ പിതാവ് ആംസ്റ്റേ ആണ്. നമ്മൾ ഇതിന് മുന്നൊക്കെ ക്ലാസ്സിലൊക്കെ നമ്മൾ +1 +2 പഠിച്ചാണ് സോഷ്യോളജിയുടെ പിതാവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അഗസ്റ്റേ കോംറ്റെ ആണെന്ത്? സോഷ്യോളജിയുടെ പിതാവ്. നമ്മൾ എഴുതണം സോഷ്യോളജിയുടെ പിതാവ് അഗസ്റ്റേ കോംറ്റെ ആണ് ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജിയുടെ പിതാവ് അഗസ്റ്റേ കോംറ്റെ ആണ്.
ഈ സോഷ്യോളജി ആദ്യം സോഷ്യൽ ഫിസിക്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സോഷ്യോളജി ആദ്യം സോഷ്യൽ ഫിസിക്സ് എന്നാണ് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1838 തൻ്റെ പോസിറ്റീവ് ഫിലോസഫി എന്ന ഗ്രന്ഥത്തിലാണ് ഈ സോഷ്യൽ ഫിസിക്സിനെ സോഷ്യോളജി എന്ന് ആദ്യമായി നാമകരണം ചെയ്തത്. ആര്? കോംറ്റെ. അഗസ്റ്റേ കോംറ്റെ തൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് പോസിറ്റീവ് ഫിലോസഫി. വർഷം 1838 തൻ്റെ ഗ്രന്ഥമായ പോസിറ്റീവ് ഫിലോസഫി എന്ന ഗ്രന്ഥത്തിലാണ് അതേവരെ സോഷ്യൽ ഫിസിക്സ് എന്നറിയപ്പെട്ടിരുന്ന ഇതിനെ സോഷ്യോളജി എന്ന് നാമകരണം ചെയ്തത്. ആര്? അഗസ്റ്റേ കോംറ്റെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൽ എഴുതണം. അഗസ്റ്റേ കോംറ്റെ 1838 തൻ്റെ പോസിറ്റീവ് ഫിലോസഫി എന്ന ഗ്രന്ഥത്തിലാണ് സോഷ്യൽ ഫിസിക്സിനെ സോഷ്യോളജി എന്ന് നാമകരണം ചെയ്തത്. അങ്ങനെ എഴുതി പഠിക്കാം. ഒന്നുകൂടെ പറയാം. അഗസ്റ്റ് കോംറ്റെ 1838 തൻ്റെ പോസിറ്റീവ് ഫിലോസഫി എന്ന ഗ്രന്ഥത്തിലാണ് സോഷ്യൽ ഫിസിക്സ് അറിയപ്പെട്ടിരുന്നതിനെ സോഷ്യോളജി എന്ന് നാമകരണം ചെയ്തത്. അപ്പോൾ ഇവിടെ കുറേ വൺ വേർഡൊക്കെ ചാൻസ് ഉണ്ട്. ഏത്? സോഷ്യോളജിയുടെ ആദ്യ പേരെന്താണ്? സോഷ്യൽ ഫിസിക്സ്. സോഷ്യൽ ഫിസിക്സിനെ സോഷ്യോളജി നാമകരണം ചെയ്തത് ആരാണ്? അഗസ്റ്റ് കോംറ്റെ. എന്നാണ്? വർഷം എന്നാണ്? 1838. 1838. ഏത് ഗ്രന്ഥത്തിലാണ്? പോസിറ്റീവ് ഫിലോസഫി. അവിടെ 4 വൺ വേർഡ് ക്വസ്റ്റ്യൻ പഠിക്കുകയാണ്. അതായത് സോഷ്യൽ ഫിസിക്സിനെ സോഷ്യോളജി എന്ന് നാമകരണം ചെയ്തത് ആരാണ്? അഗസ്റ്റ് കോംറ്റെ. സോഷ്യൽ ഫിസിക്സിനെ സോഷ്യോളജി എന്ന് നാമകരണം ചെയ്തത് ആരാണ്? അഗസ്റ്റ് കോംറ്റെ. വർഷം 1838. ആ പുസ്തകത്തിൻ്റെ പേര് പോസിറ്റീവ് ഫിലോസഫി. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിൽ ഇതാണ് എഴുതുന്നത്. അതായത് സോഷ്യൽ ഫിസിക്സിനെ സോഷ്യോളജി എന്ന് നാമകരണം ചെയ്തത് അഗസ്റ്റ് കോംറ്റെ ആണ്. 1838 തൻ്റെ പോസിറ്റീവ് ഫിലോസഫി എന്ന ഗ്രന്ഥത്തിലൂടെയാണ് സോഷ്യൽ ഫിസിക്സിനെ അഗസ്റ്റ് കോംറ്റെ സോഷ്യോളജി എന്ന് നാമകരണം ചെയ്തത്. അങ്ങനെ നമ്മൾ പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതാണ് തുടക്കം. നമ്മുടെ ടോപ്പിക്കിൻ്റെ തുടക്കം എങ്ങനെയാണ്? അത് സോഷ്യോളജി എന്താണെന്നും സോഷ്യോളജിയുടെ പിതാവിനെ നമ്മൾ പരിചയപ്പെടുത്തി. ഓക്കെ. ഇനി നമ്മളതിലെ നമ്മുടെ മെയിൻ ചോദ്യമായ സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് പോവാണ്. ഓക്കെ. 4 എണ്ണമാണുള്ളത്. ഒന്ന് ശാസ്ത്രീയ വിപ്ലവമുണ്ട്, ഇരട്ട വിപ്ലവമുണ്ട്, ജ്ഞാനോദയം, നവോത്ഥാനം. ഈ 4 കാര്യങ്ങളാണ് സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം. അപ്പോൾ എഴുതി വെച്ച് പഠിക്കണം. ഒന്നെന്താണ്? ശാസ്ത്രീയ വിപ്ലവം. നമ്മൾ സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് പറയും. ഇംഗ്ലീഷ് എഴുതി വെക്കണേ. കാരണം ക്വസ്റ്റ്യൻ അത് മാത്രം ഇംഗ്ലീഷിൽ ചോദിച്ചാൽ വാട്ട് ഈസ് ദ അല്ലെങ്കിൽ ഡിഫൈൻ സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ വിപ്ലവം. പിന്നെ ട്വിൻ റെവല്യൂഷൻ ഉണ്ട്. ട്വിൻ റെവല്യൂഷൻ, ഇരട്ട വിപ്ലവം. പിന്നെ ജ്ഞാനോദയം, എൻലൈറ്റ്മെൻറ്റ് എമർജൻസി എന്നുള്ളതുണ്ട്. എൻലൈറ്റ്മെൻറ്റ് എമർജൻസിയാണ് ജ്ഞാനോദയം. പിന്നെ നവോത്ഥാനം, റെനൈസൻസ്, റീബർത്ത് എന്നൊക്കെ പറയില്ല നമ്മൾ. റീബർത്ത് എന്താണ്? പുനർജന്മം. റിനൈസൻസ് എന്നാണ് ഇംഗ്ലീഷ് ഇതിൻ്റെ നവോത്ഥാനത്തിൻ്റെ. അപ്പോൾ ഈ 4 എണ്ണമാണ് എന്ത്? നമ്മുടെ എസ്സേയുടെ ടോപ്പിക്കിൻ്റെ ഹെഡിങ്. 4 എണ്ണം. സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം വിശദീകരിക്കാനാണ് ചോദ്യം. എന്നിട്ട് പറയാം. സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം വിശദീകരിക്കാനാണ് ചോദ്യം. ഇംഗ്ലീഷിൽ പോകുമ്പോൾ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. എന്താണ്? സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ എമർജൻസി ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഉദയമാണ്. എമർജൻസി ഓഫ് സോഷ്യോളജി പറഞ്ഞാൽ സോഷ്യോളജിയുടെ ഉദയം. അതിലേക്ക് നയിച്ച രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമാണ് നമ്മുടെ എസ്സേ. അപ്പോൾ പറഞ്ഞു ഇതിനെ 4ആയിട്ട് തിരിക്കുക. 4 എണ്ണം ഉണ്ട്. ഈ സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെ 4ആയി തിരിക്കാം. ഏതൊക്കെയാണ്? ശാസ്ത്രീയ വിപ്ലവം അഥവാ സയൻറ്റിഫിക് റെവല്യൂഷൻ, ഇരട്ട വിപ്ലവം അഥവാ ട്വിൻ റെവല്യൂഷൻ, ജ്ഞാനോദയം അഥവാ എൻലൈറ്റ്മെൻറ്റ് എമർജൻസി, ദെൻ നവോത്ഥാനം അഥവാ എന്താണ്? റിനൈൻസ് അഥവാ റീബർത്ത്. ഇതൊക്കെയാണിത് നമ്മുടെ ഈ 4 പശ്ചാത്തലങ്ങൾ. ഇനി നമ്മൾ അതിലാദ്യം എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്താണ് ശാസ്ത്രീയ വിപ്ലവം. സയൻറ്റിഫിക് റെവല്യൂഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്താണ് സയൻറ്റിഫിക് റെവല്യൂഷൻ? അതായത് സയൻറ്റിഫിക് റെവല്യൂഷൻ, ശാസ്ത്രീയ വിപ്ലവം എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നു.
16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ നടന്ന ശാസ്ത്രത്തിലെ വലിയ മാറ്റങ്ങളെയും പുരോഗതികളെയും സൂചിപ്പിക്കുന്നതാണ് എന്ത്? ശാസ്ത്രീയ വിപ്ലവം. എന്നിട്ട് പറയാം, 16 നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള യൂറോപ്പിൽ നടന്ന ശാസ്ത്രത്തിലെ വലിയ മാറ്റങ്ങളെയും പുരോഗതികളെയും സൂചിപ്പിക്കുന്ന വിപ്ലവമാണെന്ത്? ശാസ്ത്രീയ വിപ്ലവം. 16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ നടന്ന ശാസ്ത്രത്തിലെ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണെന്ത്? ശാസ്ത്രീയ വിപ്ലവം. ഇക്കാലത്ത് പഴയ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അടിസ്ഥാനമാക്കി പുതിയ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടിരുന്നു. ഇക്കാലത്ത് പഴയ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അടിസ്ഥാനമാക്കി പുതിയ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടിരുന്നു. ഇതൊക്കെ നമ്മൾ എന്തിൽ എഴുതേണ്ടത്? ശാസ്ത്രീയ വിപ്ലവത്തിൽ എഴുതേണ്ടത്. മനസ്സിലായോ? സയൻറ്റിഫിക് റെവല്യൂഷന് 16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള യൂറോപ്പിൽ നടന്ന ശാസ്ത്രത്തിലെ വലിയ മാറ്റങ്ങളെയും പുരോഗതികളെയും സൂചിപ്പിക്കുന്നതാണ് ശാസ്ത്രീയ വിപ്ലവം അഥവാ സയൻറ്റിഫിക് റെവല്യൂഷൻ. നമ്മൾ എസ്സേയിൽ എങ്ങനെ എഴുതും? ഇനിയിപ്പോൾ 2 മാർക്കിന് ചോദ്യം വേറെ ചോദിച്ചാൽ അതിൽ എഴുതാം. എന്താണ് ഡിഫൈൻ സയൻറ്റിഫിക് റെവല്യൂഷൻ ചോദിച്ചാൽ അതിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഇത് പഠിച്ചാൽ എന്താവില്ല? പാഴാവില്ല. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അവതരണം. 16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ നടന്ന ശാസ്ത്രത്തിലെ വലിയ മാറ്റങ്ങളെയും പുരോഗതികളെയും സൂചിപ്പിക്കുന്നതാണ് ശാസ്ത്രീയ വിപ്ലവം. ഈ ശാസ്ത്രീയ വിപ്ലവ കാലത്ത് പഴയ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അടിസ്ഥാനമാക്കി പുതിയ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടിരുന്നു. മറ്റു രീതിയിൽ ലളിതമായി പറഞ്ഞാൽ ശാസ്ത്രത്തിൽ വലിയ മാറ്റങ്ങളും പുതിയ കണ്ടെത്തലുകളും ഉണ്ടായ കാലഘട്ടമാണ് ശാസ്ത്രീയ കാലഘട്ടം അല്ലെങ്കിൽ ശാസ്ത്രീയ വിപ്ലവം. എന്നിട്ട് പറയാം, ശാസ്ത്രത്തിലെ വലിയ മാറ്റങ്ങളും പുതിയ കണ്ടെത്തലുകളും ഉണ്ടായ കാലഘട്ടമാണ് ശാസ്ത്രീയ വിപ്ലവം. എന്താണ് സയൻറ്റിഫിക് റെവല്യൂഷൻ? എന്താണ്? ശാസ്ത്രത്തിൽ വലിയ മാറ്റങ്ങളും പുതിയ കണ്ടെത്തലുകളും ഉണ്ടായ കാലഘട്ടമാണ് ശാസ്ത്രീയ വിപ്ലവം. ഇനി അതിനെക്കുറിച്ച് നമ്മൾ എഴുതി. എന്താണ് ശാസ്ത്രീയ വിപ്ലവം കുറിച്ച് എഴുതി നമ്മൾ. അതായത് ഇതാണ് ഒരു ടോപ്പിക്ക്. അടുത്ത നമ്മൾ ഹെഡിങ് കൊടുക്കണം ഇരട്ട വിപ്ലവം. ഇരട്ട വിപ്ലവം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തെയും വ്യവസായ വിപ്ലവത്തെയും നമ്മൾ വിളിക്കുന്നത് ഇരട്ട വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തെയും വ്യാവസായിക വിപ്ലവത്തെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ഇരട്ട വിപ്ലവം എന്ന് വിളിക്കുന്നത്. അതായത് ട്വിൻ റെവല്യൂഷൻ എന്താണ്? TWIN ആണ് ട്വിൻ. ട്വിൻ റെവല്യൂഷൻ എന്താണ്? നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടല്ലോ, ഫ്രഞ്ച് റെവല്യൂഷൻ അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ഉണ്ട്, വ്യാവസായിക വിപ്ലവം. ഈ രണ്ടിനും കൂടി എന്ത് വിളിക്കുന്നത് നമ്മൾ? ട്വിൻ റെവല്യൂഷൻ, ഇരട്ട വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഇതെന്തിന് കാരണമായി എന്ന് പറഞ്ഞത്? ഈ ഇരട്ട വിപ്ലവം, അതായത് ഫ്രഞ്ച് റെവല്യൂഷനും വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ, മലയാളത്തിൽ പറയുമ്പോൾ ഫ്രഞ്ച് വിപ്ലവവും വ്യാവസായിക വിപ്ലവവും അത് എന്തിന് കാരണമായി? സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച സാമ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിന് കാരണമായി എന്ത്? ഫ്രഞ്ച് വിപ്ലവവും വ്യാവസായിക വിപ്ലവവും. അപ്പോൾ നമ്മൾ ട്വിൻ റെവല്യൂഷൻ പറഞ്ഞിട്ടാണ് ഇത് പറയേണ്ടത്. അല്ലെങ്കിൽ ഇരട്ട വിപ്ലവമാണ്. ഇരട്ട വിപ്ലവത്തിലാണ് ആദ്യം എന്ത് എഴുതേണ്ടത്? ഫ്രഞ്ച് വിപ്ലവം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ഡിസ്കസ് ചെയ്യാം. കൂടുതലൊന്നും വേണ്ട. ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചിട്ട് 10 വരി പഠിച്ചു വെച്ചാൽ മതി. 10-12 വരി പഠിച്ചു വെച്ചാൽ മതി. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. 1789 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയായിരുന്നു വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യങ്ങൾ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യങ്ങൾ. ഒന്നുകൂടെ പറയാം, 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യങ്ങൾ. ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൻ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ നടപടികളും സാമൂഹിക അസമത്വങ്ങളും ഈ വിപ്ലവത്തിന് കളമൊരുക്കി. അതായത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൻ രാജാക്കന്മാരായിരുന്നു. ഇവരുടെ ഭരണം അഴിമതി നിറഞ്ഞതും അസമത്വങ്ങൾ നിറഞ്ഞതുമായിരുന്നു. അങ്ങനെ ചുരുക്കി എഴുതാം നമുക്ക്. ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൻ രാജാക്കന്മാരായിരുന്നു. ഇവരുടെ ഭരണം അഴിമതി നിറഞ്ഞതും അസമത്വങ്ങൾ നിറഞ്ഞതുമായിരുന്നു. ലൂയി 14 കാലത്തോടെ ഫ്രാൻസിലെ രാജവാഴ്ച ഉച്ചസ്ഥായിലെത്തിയത്. ഓക്കെ, ഇത് ഭരണം ഏറ്റവും മോശമായത് ലൂയി 14 കാലത്താണ്. അന്നത്തെ ഫ്രഞ്ച് ജനതയെ 3ആയി തിരിച്ചിരുന്നു. ഒന്ന് വൈദിക വിഭാഗം, പുരോഹിത വിഭാഗം, അങ്ങനെ രീതിയിൽ. അതായത് 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ് തിരിച്ചിരുന്നു.
അന്നത്തെ ഫ്രാൻസിലെ ഫ്രഞ്ച് ജനതയെ മൂന്നായി തിരിച്ചിരുന്നു. ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്. ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്. വൈദിക വിഭാഗവും പുരോഹിതന്മാരുമായിരുന്നു ഒന്നാം എസ്റ്റേറ്റിൽ. എന്നാൽ പ്രഭുക്കന്മാരും ഭരണവുമായി ബന്ധപ്പെട്ടവരാണെന്ത്, ഭൂവുടമകളുമാണെന്ത്, രണ്ടാം എസ്റ്റേറ്റിൽ. മൂന്നാം എസ്റ്റേറ്റിൽ സാധാരണക്കാരും. മനസ്സിലായി വിചാരിക്കുന്നു. 3 എസ്റ്റേറ്റിലായിട്ടാണ് തിരിച്ചിരുന്നത്. ഫ്രഞ്ച് ജനതയെ 3 എസ്റ്റേറ്റായിട്ട് തിരിച്ചിരുന്നു. ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്. ഒന്നാം എസ്റ്റേറ്റിൽ വൈദിക വിഭാഗവും പുരോഹിതന്മാരും, രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും ഭൂവുടമകളും, മൂന്നാം എസ്റ്റേറ്റിൽ സാധാരണക്കാരായ കർഷകരായ പട്ടിണിപ്പാവങ്ങൾ. ഇങ്ങനെ 3 എസ്റ്റേറ്റായിട്ട് തിരിച്ചിരുന്നു എന്തിനെ, ഫ്രഞ്ച് ജനതയെ. ഒന്നുകൂടെ പറയാം. 1759 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യങ്ങൾ. ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൻ രാജാക്കന്മാരായിരുന്നു. ഇവരുടെ ഭരണം അഴിമതി നിറഞ്ഞതും അസമത്വങ്ങൾ നിറഞ്ഞതുമായിരുന്നു. ലൂയി 14 കാലത്ത് ഫ്രാൻസിലെ ഭരണം വളരെ കെടുകാര്യസ്ഥയിലായി, വളരെ മോശമായി എന്നൊക്കെ പറയാം. ഫ്രഞ്ച് ജനതയെ 3ആയി തിരിച്ചിരുന്നു. ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്. ഒന്നാം എസ്റ്റേറ്റിൽ വൈദിക വിഭാഗ പുരോഹിതന്മാരും, രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും ഭൂവുടമകളും, മൂന്നാം എസ്റ്റേറ്റിൽ കർഷകരും അതുപോലെ സാധാരണക്കാരുമാണ് മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. രാജ്യത്തിന് നികുതി ഭാരം മുഴുവനും മൂന്നാം എസ്റ്റേറ്റിലെ ആളുകളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ പറയുന്നുണ്ട്, രാജ്യത്തിന് നികുതി മുഴുവൻ ചുമത്തിയിരുന്നത് മൂന്നാം എസ്റ്റേറ്റുകാരുടെ അവർക്കായിരുന്നു. ഈ സാധാരണക്കാരായ അല്ലെങ്കിൽ പട്ടിണിപ്പാവങ്ങളായ കർഷകർക്കാണ് നികുതി ഭാരം മുഴുവൻ ചുമത്തിയിരുന്നത്. ഫ്രാൻസിലെ മൂന്നാം എസ്റ്റേറ്റ് ആയ അവർക്കാണ് എന്ത് ചെയ്യുന്നത്, രാജ്യത്തിന് ആവശ്യമായ നികുതി ഭാരം മുഴുവൻ ചുമത്തിയിരുന്നത് ഈ മൂന്നാം എസ്റ്റേറ്റുകാരുടെ മേലായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം. ഇവിടെ പറയുന്നുണ്ട്, ഞാനാണ് രാഷ്ട്രം എന്ന് കുപ്രസിദ്ധമായ ആശയത്തിൻ്റെ ഉടമയായിരുന്നു ആര്, ലൂയി 14. ഓക്കെ, ഞാനാണ് രാഷ്ട്രം എന്ന ലൂയി 14 കുപ്രസിദ്ധ വചനം നമുക്ക് മനസ്സിലാക്കാം. അവരുടെ പ്രതിഫലനം എന്തിൻ്റെ, ഫ്യൂഡലിസത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം തന്നെ. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ആളാണ് ആര്, ലൂയി 14. അപ്പോൾ ഈ കെടുകാര്യസ്ഥയ്ക്കെതിരെ അവിടുത്തെ ജനങ്ങൾ നടത്തിയ സമരമാണെന്ത്, ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രഞ്ച് ജനത നടത്തിയ വിപ്ലവമാണെന്ത്, ഫ്രഞ്ച് വിപ്ലവം. അതായത് ഫ്രഞ്ച് വിപ്ലവത്തെ മനസ്സിലായല്ലോ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നമ്മളൊന്ന് ആദ്യം എഴുതണം. 10-12 വരികൾ. ഫ്രഞ്ച് വിപ്ലവം എന്താണ്? ഈ സോഷ്യോളജിയുടെ ഉദയത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. സോഷ്യോളജിയുടെ ഉദയത്തിന് എന്ത് കാരണമായി? ഫ്രഞ്ച് വിപ്ലവം കാരണമായി. ഇവിടെ ഇരട്ട വിപ്ലവത്തിലാണ് ഒന്ന് വരുന്നതാണ് എന്ത്, ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം മനസ്സിലായി വിചാരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഇരട്ട വിപ്ലവത്തിൽ രണ്ടാമത്തെ കൊടുക്കേണ്ടതാണ് വ്യാവസായിക വിപ്ലവം. വ്യാവസായിക വിപ്ലവം എന്താ? വ്യാവസായിക വിപ്ലവം നോക്കൂ. യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായി വ്യവസായ മേഖലയിൽ നടന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്ത്, വ്യവസായ വിപ്ലവം. ഇംഗ്ലീഷ് വേർഡ് നോക്കണേ. എപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വേർഡ് പഠിച്ചിരിക്കണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ അതാണല്ലോ ഉണ്ടാവുക. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു കഴിഞ്ഞു. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടത്തിന് എന്ത് വിളിക്കുന്നു? ഇരട്ട വിപ്ലവം എന്ന് വിളിക്കുന്നു. ട്വിൻ റെവല്യൂഷനാണ്. സോഷ്യോളജിയുടെ ഉദയത്തിന് കാരണമായ ഒരു സാഹചര്യമാണ് എന്ത്, ഇരട്ട വിപ്ലവം. ആ ഇരട്ട വിപ്ലവം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവം പറഞ്ഞു, മറ്റേത് പറയുകയാണെന്ത്, വ്യാവസായിക വിപ്ലവം അഥവാ എന്താണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായി വ്യവസായ മേഖലയിൽ നടന്ന മാറ്റങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്, വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായി വ്യവസായ മേഖലകളിൽ വന്ന മാറ്റങ്ങളെയാണ് വ്യവസായ വിപ്ലവം എന്ന് വിളിക്കുന്നത്. 1780-നും 1850-നും മധ്യ ഇംഗ്ലണ്ടിലാണ് എന്ത്, വ്യവസായ വിപ്ലവം ആരംഭിച്ചത്. 1780 മുതൽ 1850. 780 1780 പിന്നെ മറ്റത് 1850. ഈ വർഷങ്ങൾക്കിടയിലാണ് എന്ത്, ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവം ആരംഭിച്ചത്. പുതിയ യന്ത്രങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യയുടെയും കണ്ടെത്തൽ ഈ കാലയളവിൽ ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിക്കാനിടയാക്കിയെന്ന് പറയുന്നുണ്ട്. പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം.
പുതിയ പുതിയ സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തം ഉൽപ്പാദനം എന്താക്കി, ഇരട്ടിയാക്കി എന്ന് പറയുന്നത്. ഈ വ്യവസായ വിപ്ലവം കാരണം പുതിയ പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു, പുതിയ പുതിയ സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തം ഇത് കാരണം കൊണ്ട് ഉൽപ്പാദനം 10 മടങ്ങ് എന്ത് ചെയ്തു, വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട്. വ്യവസായ വിപ്ലവത്തിൻ്റെ പറഞ്ഞല്ലോ, വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു, ഇംഗ്ലണ്ടിലാണ് എന്ത് ചെയ്യുന്നത്. ആധുനിക വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. ആധുനിക വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. അത് ന്യൂ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്, ഇംഗ്ലണ്ടിലാണ്. നമ്മളതിൽ ഇതൊക്കെ എഴുതണം. എന്താണ് ഈ ജോൺ കെ ഫ്ലൈ ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ. അതുപോലെ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചതൊക്കെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ്. ജോൺ കെ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചു. ജെയിംസ് ഹാർഗ്രീവ്സ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചു. റിച്ചാർഡ് ആർക്ക്റൈറ്റ് വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചു. മ്യൂള് കണ്ടുപിടിച്ചത് സാമുവൽ ക്രോപ്റ്റൺ ആണ് മ്യൂള് കണ്ടുപിടിച്ചത്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് പവർലൂം കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു 4-5 കണ്ടുപിടുത്തങ്ങൾ നമ്മൾ എഴുതണം. ഒരു 4-5 കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് എഴുതണം. തുടക്കത്തിലുള്ള വ്യവസായ വിപ്ലവത്തിൽ വരുന്ന കണ്ടുപിടുത്തങ്ങളാണ്. അതിലാണ് തുണി വ്യവസായ രംഗത്തുള്ള കണ്ടുപിടുത്തം. വ്യവസായ വിപ്ലവം വിവിധ മേഖലകളിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കിയെന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായതാണ് തുടക്കത്തിലുള്ളത് തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തം. അപ്പോൾ അതിൽ എഴുതണം നമ്മൾ, ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ ആണ്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചത് റിച്ചാർഡ് ആർക്ക്റൈറ്റ് ആണ്. മ്യൂള് കണ്ടുപിടിച്ചത് സാമുവൽ ക്രോപ്റ്റൺ ആണ്. അതുപോലെ പവർലൂം കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. ഇങ്ങനെ 4-5 കണ്ടുപിടുത്തങ്ങൾ ചെയ്യണം നമ്മൾ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ജോൺ കെ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചു. ജെയിംസ് ഹാർഗ്രീവ്സ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചു. റിച്ചാർഡ് ആർക്ക്റൈറ്റ് വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചു. സാമുവൽ ക്രോപ്റ്റൺ മ്യൂള് കണ്ടുപിടിച്ചു. എഡ്മണ്ട് കാർട്ട്റൈറ്റ് പവർലൂം കണ്ടുപിടിച്ചു. ഇങ്ങനെ ഈ വ്യവസായ വിപ്ലവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. പിന്നെ കൽക്കരി, ഇരുമ്പ്, ആവിശക്തി അതിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ വ്യവസായ വിപ്ലവത്തിലാണ് നടന്നത്. കൽക്കരി, ഇരുമ്പ്, ആവിശക്തി. അതിലുള്ള ആവിയന്ത്രം കണ്ടുപിടിച്ച ജെയിംസ് വാട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു ആവിയന്ത്രം. വ്യാവസായിക വിപ്ലവകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ആവിയന്ത്രം കണ്ടുപിടിച്ച ജെയിംസ് വാട്ടാണ്. ഇങ്ങനെ വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് നമ്മളൊരു പാരഗ്രാഫ് തയ്യാറാക്കണം, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ വ്യവസായ വിപ്ലവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ എഴുതേണ്ടത്, പിന്നെ അടുത്ത 3-ാമത്തെ പോയിന്റാണ് നവോത്ഥാനം. നവോത്ഥാനം, റിനൈസൻസ് അഥവാ റീബർത്ത് എന്നൊക്കെ പറയും. എന്തിന്, നവോത്ഥാനത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റീനൈസൻസ്, അല്ലെങ്കിൽ റീബർത്ത് എന്നൊക്കെ പറയും. എന്തിന്, നവോത്ഥാനം അറിയില്ലേ? എന്താ നവോത്ഥാനം എന്താണ്? നമ്മുടെ സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച ഒരു പശ്ചാത്തലമാണ്. സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്താണ് എന്ത്, നവോത്ഥാനം. അപ്പോൾ നവോത്ഥാനം നമ്മളിത് എസ്സേയിൽ നമ്മൾ എഴുതി ചേർക്കണേ. നവോത്ഥാനം ഇത് പഠിച്ചു കഴിഞ്ഞാൽ എസ്സേയിൽ എഴുതാം. മാത്രമല്ല വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക, എന്താണ് റീബർത്ത്, റിനൈസൻസ് എന്താണ്? RENAISSANCE ആണ് റിനൈസൻസ്. അപ്പോൾ നവോത്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കണം. എന്താ നവോത്ഥാനം? മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്നുകൊണ്ട് വിളിക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. നവോത്ഥാനം എന്തിന് കാരണമായി? സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച ഒരു പ്രധാന പശ്ചാത്തലമാണെന്ന് എഴുതണം. നവോത്ഥാനം എന്താണ്? സോഷ്യോളജിയുടെ, സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഉദയത്തിലേക്ക് നയിച്ച ഒരു പശ്ചാത്തലമാണെന്ത്, ഒരു പ്രധാന പശ്ചാത്തലമാണെന്ത്, നവോത്ഥാനം. അപ്പോൾ നവോത്ഥാനം വെച്ച് പറയുകയാണെ, മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം പുനർജന്മം എന്നാണ്, റീബർത്ത്. നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം പുനർജന്മം എന്നാണ്. നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പുനർജന്മം എന്നാണ്. മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം പുനർജന്മം എന്നാണ്.
വ്യാപാര വാണിജ്യ ബന്ധം കൂടുതൽ അഭിവൃദ്ധി തുടങ്ങി. നവോത്ഥാനം കാരണം വ്യാപാര വാണിജ്യ ബന്ധം കൂടുതൽ അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങി. അച്ചടി വിദ്യയുടെ കണ്ടുപിടുത്തത്തോടെയാണ് ജനങ്ങൾക്ക് പുസ്തകങ്ങൾ ആവശ്യാനുസരണം ലഭ്യമായി. ഇതെന്താണ്? നവോത്ഥാനത്തിൻ്റെ പ്രധാന നേട്ടമാണ്. അച്ചടി വിദ്യയുടെ കണ്ടുപിടുത്തത്തോടെ ജനങ്ങൾക്ക് പുസ്തകങ്ങൾ ആവശ്യാനുസരണം ലഭ്യമായത് നവോത്ഥാനത്തിൻ്റെ ഒരു പ്രധാന ഉണർവാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായെന്ന് പറയാം. അച്ചടി വിദ്യയുടെ കണ്ടുപിടുത്തം നവോത്ഥാനത്തിൻ്റെ ഒരു പുത്തൻ ഉണർവിനെ സഹായിച്ചു അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അച്ചടി വിദ്യയുടെ കണ്ടുപിടുത്തം. നവോത്ഥാനത്തിൻ്റെ ആരംഭം ഇറ്റലിയിലാണ്. നവോത്ഥാനത്തിൻ്റെ ആരംഭം എവിടെയാണ്? ഇറ്റലിയിലാണ്. ഇങ്ങനെ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ പാരാഗ്രാഫ് തയ്യാറാക്കണം. നവോത്ഥാനം എന്നോട് പറയാൻ നവോത്ഥാനം മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം പുനർജന്മം എന്നാണ്. വ്യാപാര വാണിജ്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടാൻ നവോത്ഥാനം കൊണ്ട് കഴിഞ്ഞു. നവോത്ഥാനം സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച ഒരു പ്രധാന പശ്ചാത്തലമാണ്. നവോത്ഥാനം സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച പുതിയൊരു പശ്ചാത്തലമാണ്. പിന്നെ അച്ചടി വിദ്യയുടെ കണ്ടുപിടുത്തത്തോടെ ജനങ്ങൾക്ക് പുസ്തകങ്ങൾ ആവശ്യാനുസരണം ലഭ്യമായി. അച്ചടി വിദ്യയുടെ കണ്ടുപിടുത്തത്തോടെ ജനങ്ങൾക്ക് പുസ്തകങ്ങൾ ആവശ്യാനുസരണം ലഭ്യമായി. ഇത് നവോത്ഥാന കാലഘട്ടത്തെ ഒരു പ്രധാന വഴിത്തിരിവാണ്. നവോത്ഥാനത്തിൻ്റെ ആരംഭം ഇറ്റലിയിലാണ്. ശാസ്ത്രീയമായ പല കണ്ടുപിടുത്തങ്ങളും ഈ നവോത്ഥാന കാലത്തുണ്ടായി. നഗര സംസ്കാരം ത്വരിതപ്പെടാൻ സഹായിച്ചു. എല്ലാവരും ഗ്രാമങ്ങളിൽ നിന്ന് എവിടെയൊക്കെ പോകാൻ തുടങ്ങി? നഗരത്തിലേക്ക് മാറി. അതായത് നഗര സംസ്കാരം ത്വരിതപ്പെടാൻ നവോത്ഥാനം സഹായിച്ചു. നഗരവൽക്കരണം അല്ലെങ്കിൽ നഗര സംസ്കാരമൊക്കെ ഉണ്ടാവാൻ ഇത് സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. നവോത്ഥാനം കാരണമാണ് നഗര സംസ്കാരവും നഗരവൽക്കരണമൊക്കെ ഇത് ത്വരിതപ്പെട്ടത്. നവോത്ഥാനം നിമിത്തമാണ് അല്ലെ നവോത്ഥാനം കാരണമാണ് നഗര സംസ്കാരവും നഗരവൽക്കരണമൊക്കെ ത്വരിതപ്പെട്ടതെന്ന് പറയാം. ത്വരിതപ്പെടാൻ ഉഷാറായത്. ഓക്കെ. പിന്നെ യുക്തിബോധവും സ്വതന്ത്ര ചിന്തയും വളർന്നു. നവോത്ഥാനത്തിൻ്റെ ആരംഭം ഇറ്റലിയിലാണ്. ഇറ്റലിയിലാണ്. ഒരുപാട് നഗരങ്ങളുടെ പുനരുദ്ധാരണത്തിന് നവോത്ഥാനം സഹായകമായി എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഒരുപാട് നഗരങ്ങളുടെ പുനരുദ്ധാരണത്തിന് നവോത്ഥാനം കാരണമായി. ഈ രീതിയിലാണ് നവോത്ഥാനം മാറിയത്? സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച ഒരു പ്രധാന പശ്ചാത്തലമായിട്ട് നവോത്ഥാനം മാറിയത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ ഒരുപാട് സാഹിത്യ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നവോത്ഥാന കാലഘട്ടത്തിൽ ഒരുപാട് സാഹിത്യ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഇറ്റലിയിലെ നവോത്ഥാനത്തിൻ്റെ പ്രവാചകനായിരുന്ന ദാന്തെയുടെ പ്രശസ്തമായ കൃതിയാണ് ഡിവൈൻ കോമഡി. അതുപോലെ മാക്വെല്ലിയുടെ പ്രിൻസ്. ഇതൊക്കെ നവോത്ഥാനത്തിൻ്റെ പ്രധാന വഴിത്തിരിവാണ്, പ്രധാന നേട്ടങ്ങളാണ്. ഏതൊക്കെ? ഇറ്റലിയിലെ നവോത്ഥാനത്തിൻ്റെ പ്രവാചകനായിരുന്ന ദാന്തെ രചിച്ച പ്രശസ്തമായ കൃതിയാണ് ഡിവൈൻ കോമഡി. അതുപോലെ നമ്മുടെ മാക്വെല്ലിയുടെ പ്രിൻസ്. ഇത്തരം വിശിഷ്ട ഗ്രന്ഥങ്ങൾ നവോത്ഥാനത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായിരുന്നു. ഇത് ചെയ്യുന്നത് നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിന് കാരണമായി? സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച ഒരു പ്രധാന സാമൂഹിക പശ്ചാത്തലമായി മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ശാസ്ത്രീയ വിപ്ലവം പറഞ്ഞു, സയൻറ്റിഫിക് റെവല്യൂഷൻ പറഞ്ഞു, ഇരട്ട വിപ്ലവം പറഞ്ഞു, അതായത് ട്യൂൺ റെവല്യൂഷനിലാണ് എന്ത് വന്നത്? ഫ്രഞ്ച് റെവല്യൂഷനും അതുപോലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവം പറഞ്ഞു, വ്യവസായ വിപ്ലവം പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറയുകയാണ് നവോത്ഥാനം പറഞ്ഞു. റീബർത്ത്, റിനൈസൻസ് എന്താണെന്ന് പറഞ്ഞു, നവോത്ഥാനം പറഞ്ഞു. ഇനി പറയാനുള്ളത് ജ്ഞാനോദയം, എൻലൈറ്റ്മെൻറ്റ്, എമർജൻസിയാണ്. അത് ഇപ്പോൾ സെപ്പറേറ്റ് ചോദിക്കാം. ഇംഗ്ലീഷ് എഴുതി വെക്കണേ. ജ്ഞാനോദയം നമ്മുടെ സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച നാലാമത്തെ ഒരു പോയിൻ്റാണ് ഈ ജ്ഞാനോദയം പറഞ്ഞാൽ എൻലൈറ്റ്മെൻറ്റ് എമർജൻസിയാണ് കേട്ടോ. എൻലൈറ്റ്മെൻറ്റ് എമർജൻസിയാണ് ജ്ഞാനോദയത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ്. അപ്പോൾ ജ്ഞാനോദയം കൂടി പറയാം. മനുഷ്യൻ തൻ്റെ ബുദ്ധിയും അറിവും ഉപയോഗിച്ച് ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച കാലഘട്ടമാണ് ജ്ഞാനോദയം. ഇത്
2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ അതിൽ എഴുതാൻ പറ്റും, എസ്സിലൊക്കെ എഴുതാൻ പറ്റും. എൻലൈറ്റ്മെൻറ്റ് എന്താണ്? എൻലൈറ്റ്മെൻറ്റ് എന്താണ്? ജ്ഞാനോദയം. മനുഷ്യൻ തൻ്റെ ബുദ്ധിയും അറിവും ഉപയോഗിച്ച് ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച കാലഘട്ടമാണ് ജ്ഞാനോദയം. മനുഷ്യൻ തൻ്റെ ബുദ്ധിയും അറിവും ഉപയോഗിച്ച് ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച കാലഘട്ടമാണ് ജ്ഞാനോദയം. യൂറോപ്പിൽ 17-18 നൂറ്റാണ്ട് വരെ ഉണ്ടായ ഒരു ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനമാണ് ജ്ഞാനോദയം. യൂറോപ്പിൽ 17-18 നൂറ്റാണ്ട് വരെ ഉണ്ടായ ഒരു ഭൗതികവും സാംസ്കാരികവുമായ ഒരു പ്രസ്ഥാനമാണെന്ത്? ജ്ഞാനോദയം. ഒന്നുകൂടെ പറയണേ. മനുഷ്യൻ തൻ്റെ ബുദ്ധിയും അറിവും ഉപയോഗിച്ച് ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച കാലഘട്ടമാണ് ജ്ഞാനോദയം. മനുഷ്യൻ തൻ്റെ ബുദ്ധിയും അറിവും ഉപയോഗിച്ച് ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച കാലഘട്ടമാണ് ജ്ഞാനോദയം. യൂറോപ്പിൽ 17-18 നൂറ്റാണ്ട് വരെ ഉണ്ടായ ഒരു ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനമാണ് ജ്ഞാനോദയം. ബുദ്ധി, അതുപോലെ ശാസ്ത്രം, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് ജ്ഞാനോദയം പ്രാധാന്യം നൽകുന്നു. ബുദ്ധി, ശാസ്ത്രം, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് ജ്ഞാനോദയം പ്രാധാന്യം നൽകുന്നു. ബുദ്ധി, ശാസ്ത്രം, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് ജ്ഞാനോദയം പ്രാധാന്യം നൽകുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ജ്ഞാനോദയം എന്നുള്ളതാണ്. ജ്ഞാനോദയത്തിന് ഇംഗ്ലീഷ് വേർഡ് എന്താണ്? എൻലൈറ്റ്മെൻ്റ് ആണ്. എൻലൈറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ജ്ഞാനോദയം എന്തിന് കാരണമായി? സോഷ്യോളജിയുടെ ഉദയത്തിന് കാരണമായി. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണ്? സോഷ്യോളജിയുടെ ഉദയത്തിന് സഹായകരമായ പശ്ചാത്തലങ്ങളാണ്. അതിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പറഞ്ഞു കഴിഞ്ഞു, വ്യവസായ വിപ്ലവം പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ നവോത്ഥാനം പറഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പഠിച്ചു. ആദ്യം പഠിച്ചത് എന്താ? നമ്മൾ സയൻറ്റിഫിക് റവല്യൂഷൻ പഠിച്ചു, ശാസ്ത്രീയ വിപ്ലവം പഠിച്ചു. പിന്നെ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു, ഈ വ്യവസായ വിപ്ലവം പഠിച്ചു, നവോത്ഥാനം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ 4ാമത്തെ ചേർക്കേണ്ട പോയിൻ്റാണ് ഈ ജ്ഞാനോദയം. എന്താ ജ്ഞാനോദയം? എൻലൈറ്റ്മെൻറ്റ് എന്താണ്? നോട്ട് തയ്യാറാക്കി പഠിക്കണേ. എന്താ എൻലൈറ്റ്മെൻറ്റ്? മനുഷ്യൻ തൻ്റെ ബുദ്ധിയും അറിവും ഉപയോഗിച്ച് ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച കാലഘട്ടമാണ് ജ്ഞാനോദയം. യൂറോപ്പിൽ 17-18 നൂറ്റാണ്ട് വരെ ഉണ്ടായ ഒരു ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനമാണ് ജ്ഞാനോദയം. യൂറോപ്പിൽ 17-18 നൂറ്റാണ്ട് വരെ ഉണ്ടായ ഒരു ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനമാണ് ജ്ഞാനോദയം. ബുദ്ധി, ശാസ്ത്രം, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയ്ക്കാണ് ഈ ജ്ഞാനോദയം പ്രാധാന്യം നൽകുന്നു. ബുദ്ധി, ശാസ്ത്രം, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് ജ്ഞാനോദയം പ്രാധാന്യം നൽകുന്നു. അപ്പോൾ നമ്മളൊരു എസ്സേ ക്വസ്റ്റ്യൻ ഇവിടെ സമാപിക്കുകയാണ്. ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചോദ്യം എന്താണ്? ചോദ്യം മനസ്സിലായാലും എല്ലാവർക്കും ചോദ്യം എന്താണ്? സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസി ഓഫ് സോഷ്യോളജിയാണ്. സോഷ്യോളജിയുടെ ഉദയത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമാണ്. അതിൽ 4 കാരണങ്ങളുണ്ട്. അവിടെ പറഞ്ഞു കഴിഞ്ഞു. ശാസ്ത്രീയ വിപ്ലവം, ഇരട്ട വിപ്ലവം, ജ്ഞാനോദയം, നവോത്ഥാനം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സയൻറ്റിഫിക് റവല്യൂഷൻ, ടീൻ റവല്യൂഷനിൽ ഉണ്ടായിത്തീരുന്നതാണ് ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും. പിന്നെ 3ാമത്തേത് ജ്ഞാനോദയം, എൻലൈറ്റ്മെൻറ്റ് എമർജൻസി. 4ാമത്തേത് അവസാനത്തേത് നവോത്ഥാനം, റിനൈസൻസ് അഥവാ റീബർത്ത്. ഇത് ഓരോന്നും നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. ഞങ്ങളുടെ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്താൽ കിട്ടും നമുക്ക്. ഫസ്റ്റ് പാരാഗ്രാഫ് നമ്മൾ എന്താണ് സോഷ്യോളജിയെ കുറിച്ച് എഴുതണം. എന്താ സോഷ്യോളജി? ഞാൻ ആദ്യത്തിലേക്ക് പോവാണ്. എന്താ സോഷ്യോളജിയാണ് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. എന്താ സോഷ്യോളജി? പറഞ്ഞല്ലോ, മനുഷ്യരുടെ സമൂഹ ജീവിതം, സമൂഹഘടന, സാമൂഹിക ബന്ധങ്ങൾ, സമൂഹ സ്ഥാപനങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെ ശാസ്ത്രീയമായി പഠിക്കുന്ന ശാഖയാണ് സാമൂഹ്യശാസ്ത്രം അഥവാ സോഷ്യോളജി. പിന്നെ ലളിതമായി പറയുകയാണെങ്കിൽ മനുഷ്യരും അവരുടെ സമൂഹവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. മനുഷ്യരും അവരുടെ സമൂഹവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് തന്നെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയാണ്. അപ്പോൾ ഏത് ചോദ്യത്തിലും നമുക്ക് സോഷ്യോളജിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോഷ്യോളജിയുമായി കണക്റ്റഡ് ആണ് എല്ലാ ചോദ്യങ്ങളും അല്ലേ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തന്നെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സോഷ്യോളജിയുടെ ഈ ബേസിക് കാര്യങ്ങൾ എല്ലാത്തിലും എഴുതാൻ പറ്റും. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യോളജി. എന്നാൽ എന്താണ്? മനുഷ്യരുടെ സമൂഹ ജീവിതം, സമൂഹഘടന, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ. ഈ സാമൂഹിക സ്ഥാപനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബ്രാക്കറ്റിൽ വേണം എഴുതാം. കുടുംബം, വിദ്യാഭ്യാസം, മതമൊക്കെയാണ് എന്ത് സാമൂഹിക സ്ഥാപനം എന്ന് പറയുന്നത്. കുടുംബം, വിദ്യാഭ്യാസം, മതം ഇവയൊക്കെയാണ് സാമൂഹിക സ്ഥാപനം. പിന്നെ സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെ ശാസ്ത്രീയമായി പഠിക്കുന്ന ശാഖയാണ് സാമൂഹ്യശാസ്ത്രം അഥവാ സോഷ്യോളജി.
ഇങ്ങനെ നിർവചിക്കുക. പിന്നെ വീണ്ടും പറയാം, ലളിതമായി പറഞ്ഞാൽ അങ്ങനെ നിർവചനം കൊടുക്കുക. ലളിതമായി പറഞ്ഞാൽ മനുഷ്യരും അവരുടെ സമൂഹവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. മനുഷ്യരും അവരുടെ സമൂഹവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. ഇങ്ങനെ ഫസ്റ്റ് പാരാഗ്രാഫ് തയ്യാറാക്കാം. പിന്നെ സോഷ്യോളജിയുടെ പിതാവ് എന്താണ്? അഗസ്റ്റേ കോംറ്റെ ആണ് സോഷ്യോളജിയുടെ പിതാവ്. ഇതിന് സോഷ്യൽ ഫിസിക്സ് എന്നറിയപ്പെട്ടിരുന്ന സോഷ്യോളജി ആക്കി മാറ്റിയത് ആരാണ്? അഗസ്റ്റ് കോംറ്റെ ആണ്. 1838 തൻ്റെ പോസിറ്റീവ് ഫിലോസഫി എന്ന ഗ്രന്ഥത്തിലാണ് അന്ന് വരെ സോഷ്യൽ ഫിസിക്സ് ആയിരുന്നതിനെ എന്താക്കി? സോഷ്യോളജി എന്ന് നാമകരണം ചെയ്തത്. ബുക്കിൻ്റെ പേര് പോസിറ്റീവ് ഫിലോസഫി. ഗ്രന്ഥകർത്താവ് അഗസ്റ്റ് കോംറ്റെ. അതെന്താ ചെയ്തത്? 1838 തൻ്റെ പോസിറ്റീവ് ഫിലോസഫി എന്ന ഗ്രന്ഥത്തിലൂടെ അന്നേ വരെ സോഷ്യൽ ഫിസിക്സ് എന്ന പേരിൽ അറിയപ്പെട്ട് അതിനെന്താക്കി? സോഷ്യോളജി എന്ന പേരിൽ നാമകരണം ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സോഷ്യോളജിയുടെ പിതാവായിട്ട് അഗസ്റ്റ് കോംറ്റെയുടെ എന്ത് ചെയ്യുന്നത് നമ്മൾ അറിയപ്പെടുന്നത്. അഗസ്റ്റേ കോംറ്റെ ആണ് സോഷ്യോളജിയുടെ പിതാവ്. അതോടൊപ്പം ഇപ്പോൾ ചേർത്ത് പറയട്ടെ, അഗസ്റ്റേ കോംറ്റെയുടെ സംഭാവനകളുണ്ട്. വേറെ അറിവിൻ്റെ 3 ഘട്ടങ്ങളുണ്ട്. അഗസ്റ്റേ കോംറ്റെയുടെ സംഭാവനകൾ: ദൈവശാസ്ത്ര, മെറ്റാഫിസിക്സ്, ഫിസിക്കൽ, പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ചോദ്യം ഇവിടെ ഈ എസ്സേ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും വോയിസ് കേട്ട് നോട്ട് തയ്യാറാക്കി മനസ്സിലാക്കി പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ആയിട്ട് ചോദിക്കും ഈ ഉദയത്തിൻ്റെ എന്താണ് രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം, അല്ലെങ്കിൽ ഓരോന്നും ചോദിക്കാം. ഇതൊക്കെ ഓരോന്നും ചോദിക്കേണ്ടതൊക്കെ ചോദിക്കാം. ട്വിൻ റെവല്യൂഷൻ ചോദിക്കാം. ട്വിൻ റെവല്യൂഷനിലാണ് എന്ത് വരുന്നത്? ഫ്രഞ്ച് റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ട്വിൻ പറഞ്ഞാൽ 2 ഇരട്ടാണ്. ഇരട്ട വിപ്ലവം. ഇരട്ട വിപ്ലവം ഏതൊക്കെയാണ്? ഫ്രഞ്ച് റെവല്യൂഷനും വ്യവസായ വിപ്ലവവും, അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും. ഇരട്ട വിപ്ലവത്തിൽ അത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് നവോത്ഥാനം ചോദിക്കാം. റിനൈസൻസ് അഥവാ റീബർത്ത് ചോദിക്കാം. നവോത്ഥാനം സെപ്പറേറ്റ് ചോദിക്കാം. അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് ചോദിക്കാം. എൻലൈറ്റ്മെൻറ്റ് ആ വേർഡ് ശ്രദ്ധിക്കണേ. എൻലൈറ്റ്മെൻറ്റ് എന്താണ്? ജ്ഞാനോദയം. എൻലൈറ്റ്മെൻറ്റ് എന്താ? ജ്ഞാനോദയം ചോദിക്കാം. റിനൈസൻസ് ചോദിക്കാം. നവോത്ഥാനം ചോദിക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത സയൻറ്റിഫിക് റിവലേഷൻ ചോദിക്കാം. ശാസ്ത്രീയ വിപ്ലവം ചോദിക്കാം. ഇതൊക്കെ സെപ്പറേറ്റ് ചോദ്യമായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ എസ്സേ ആയിട്ട് മൊത്തത്തിൽ ചോദിക്കാം. അതുകൊണ്ട് പഠിച്ചാൽ പാഴാവില്ല. പിന്നെ സോഷ്യോളജിയുടെ നിർവചനം, അപ്പോൾ സോഷ്യോളജിയുടെ പിതാവൊക്കെ നമുക്ക് എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹനവും സഹകരണവും ഉപദേശവും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ക്ലാസ്സുകൾ തയ്യാറാക്കുന്നത്. ക്ലാസ് നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ. എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.